ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും പ്രശസ്ത ചരിത്ര ഗവേഷകനുമായിരുന്ന വേലായുധൻ പണിക്കശ്ശേരിയുടെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം തിങ്കളാഴ്ച സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു. ചെയർമാൻ കെ രാജൻ അധ്യക്ഷനായി. ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സി, രാഷ്ട്രീയ സ്വയംസേവക സംഘം സംസ്ഥാന കാര്യവാഹ് PN ഈശ്വരൻ, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ഉഷ സുകുമാരൻ, ഗോപിനാഥ് വന്നേരി, ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ബാബുരാജൻ കാക്കനാട്ട്, സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും ഹെഡ് ഗോവാർ ജന്മശതാബ്ദി ട്രസ്റ്റ് സെക്രട്ടറിയുമായ PK രാജീവൻ, സേവാഭാരതി സംയോജക് AK വാസുദേവൻ, ഭാരതീയ മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് സെക്രട്ടറി ശ്രീജിത്ത് പറക്കാട്ട്, മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ്, വേലായുധൻ പണിക്കശ്ശേരിയുടെ മകനായ ഡോക്ടർ ഷാജി പണിക്കശ്ശേരി, NR സ്മിത എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും മറ്റു വിശിഷ്ട വ്യക്തികളും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വേലായുധൻ പണിക്കശ്ശേരി ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം വീട്ടിലെത്തുന്നതിന് മുൻപേ ഞാൻ അവിടെ എത്തിയിരുന്നു. ആദ്യം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം ആ മൃതശരീരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ഇരിക്കാനും അവസരമുണ്ടായി. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട സജ്ജനങ്ങൾ അവിടെ വന്ന് അദ്ദേഹത്തെ വന്ദിക്കുകയും പുഷ്പാർച്ചന ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു. കേരള ഹിസ്റ്ററി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പുഷ്പാർച്ചനവുമായി വന്ന ആളുകളെ നോക്കിയപ്പോൾ അവരെല്ലാവരും 70-80 വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു.